അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട് അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറ നജ്മ് മൊത്തം സൂറത്തിൻ്റെ ഒരു സമ്മറി എന്ന് വെച്ചാൽ എല്ലാ ആയത്തുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒന്ന് പഠിക്കാനുള്ള ശ്രമമാണ്. അതേപോലെ ഈ സൂറത്തിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ ഭാഷ, അതിൻ്റെ ശൈലി, അതിൻ്റെ വാക്കുകളിൽ മൊത്തത്തിൽ ഉള്ള സവിശേഷതകളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത് എന്ന് മാത്രമല്ല ഒരു സൂറത്ത് മൊത്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിനെ ഓതി കേൾപ്പിക്കുന്നത് ഈ സൂറത്താണ്. ഇതിൻ്റെ ആയത്തുകൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് അള്ളാഹു എത്രത്തോളമാണ് മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായിട്ട് വീക്ക്നെസ്സുകളെ കുറിച്ച് പറയുന്നത് എന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പോകുന്നതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിൻ്റെയും അതിലപ്പുറമുള്ള വിശാലതയിലേക്കും ഒരുമിച്ച് പോകുന്ന സൂറത്താണ്. രണ്ട് ആംഗിളിലും ഒന്ന് നമുക്ക് അറിയാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ സൂറത്ത് പോകുന്നുണ്ട്, മിഅ്റാജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം മനസ്സിൻ്റെ ഏറ്റവും ആഴത്തിലേക്ക് പോകുന്ന സൂറത്ത് കൂടിയാണ് എന്ന് കാണാൻ പറ്റും. വളരെ സുന്ദരമായിട്ടുള്ള സൂറത്താണ്. നമ്മൾ ഓരോ സൂറത്തുകളെക്കുറിച്ചും സൂറത്തിൻ്റെ സമ്മറിയിൽ പറയുന്ന പോലെ ഓരോ ആയത്തും ഹിദായത്താകുന്നത് പോലെ തന്നെ ഓരോ സൂറത്തുകളും ഹിദായത്താണ്. എന്ന് വെച്ചാൽ മൊത്തം ഒരു സൂറത്ത് എടുത്തു പോയിക്കഴിഞ്ഞാൽ അതൊരു വിഷയം നമുക്ക് പറയുന്നതായിട്ട് കാണാൻ കഴിയും. കഴിഞ്ഞ നമ്മളെ സൂറ ഖമർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. സൂറ ഖമർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹിദായത്തിനോട് മനുഷ്യരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന വിഷയമാണ് മൊത്തം ആ സൂറത്തിൽ ഉള്ളത്. അതേപോലെ ഈ സൂറത്തും എന്ന് വെച്ചാൽ സൂറ നജ്മും നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ സൂറത്തിൽ ഒരു വിഷയമുണ്ട്. ആ വിഷയം അള്ളാഹു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം വിഷയങ്ങൾ പറയുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂറത്തിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അഭൗതികത. നമ്മൾ പറയില്ലേ, സ്വർഗം, നരകം, പടച്ചവൻ, ഈ കാര്യങ്ങളും അതിനോട് മനുഷ്യർ തെറ്റായി പ്രതികരിക്കുന്നു, തെറ്റും ശരിയായിട്ടുള്ള പ്രതികരണം. ഇതാണ് ഈ സൂറത്തിൻ്റെ മൊത്തത്തിൽ വിഷയം എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാം അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നതും ഈ സൂറത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ കാണുന്നതും നമ്മൾ കാണാത്തതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അവൻ്റെ പരിമിതമായ അറിവുള്ളത് കൊണ്ട് അവൻ അതിനെ തെറ്റായിട്ട് വായിക്കുന്നു എന്നതാണ് ഈ സൂറത്തിൻ്റെ മൊത്തത്തിൽ വിഷയം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ സൂറത്തിലും ഞാൻ പറഞ്ഞിരുന്നു, ഖുർആൻ്റെ സൂറത്തുകൾക്ക് റിംഗ് സ്ട്രക്ചറാണ്. നമുക്ക് ശരിക്കും വായിക്കേണ്ടതുപോലെ വായിച്ചു കഴിഞ്ഞാൽ ഖുർആൻ്റെ സൂറത്തുകൾക്ക് ഒരു റിംഗ് സ്ട്രക്ചർ ഉള്ളതായിട്ട് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല ഒരു പഠനത്തിൽ പറയുന്നത് മൊത്തം ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ ഒരു റിംഗ് സ്ട്രക്ചർ കാണാം. റിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലും അവസാനത്തിലും ഒരേ കാര്യമായിരിക്കും പറയുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഈ ആദ്യവും അവസാനവും പറഞ്ഞ കാര്യത്തിനെ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇപ്പം മൊത്തം ഖുർആനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ഒരു പ്രാർത്ഥന വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. മൊത്തം ഖുർആൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ ആശയത്തെ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. സൂറ നജ്മ് നോക്കിക്കഴിഞ്ഞാൽ സൂറ നജ്മ് തുടങ്ങുന്നത് വൻ നജ്മി ഇദാ ഹവ എന്നുള്ളതാണ്. വൻ നജ്മി ഇദാ ഹവ എന്ന് പറഞ്ഞാൽ നക്ഷത്രം അത് അസ്തമിക്കുമ്പോൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള കുറേ കാര്യങ്ങളിൽ ഒരു കാര്യമാണെന്ത്? നക്ഷത്രം എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തേത്. രണ്ട്, നമ്മുടെ ഒരു അറിവിൻ്റെ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രം ശരിക്കും അസ്തമിക്കുന്നില്ല. നമ്മൾ തിരിയുന്നത് കൊണ്ട്, ഭൂമി തിരിയുന്നത് കൊണ്ട് നമുക്ക് നക്ഷത്രം അസ്തമിക്കുന്നതായിട്ട് തോന്നുകയാണ്. അപ്പം നമ്മുടെ പരിമിതിക്ക് അപ്പുറമുള്ളൊരു സാധനം നമ്മുടെ ഒരു അറിവിൻ്റെ പരിമിതി കാരണം അത് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നു എന്ന അർത്ഥത്തിൽ ഇത് തുടങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ വൻ നജ്മി ഇദാ ഹവ എന്ന് പറയുന്നത് താഴോട്ടേക്ക് പോകുന്ന ഒരിതാണ്. എന്ന് വെച്ചാൽ
നക്ഷത്രം എന്ത് ചെയ്യുന്നു? താഴത്തേക്ക് പോകുന്നു. ഈ സൂറത്തിലുടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വീഴ്ചകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. എന്ന് വെച്ചാൽ ഹവ എന്ന് പറയുന്നത് താഴോട്ട് വരലാണെങ്കിൽ മനുഷ്യൻ്റെ ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ഡിസയേഴ്സ് ആണ്, ദേഹേച്ഛയാണ്. അപ്പം ഇതേ കാര്യങ്ങൾ കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്? ഫസ്ജുദു ലില്ലാഹി വഅ്ബുദു എന്ന് പറഞ്ഞിട്ടാണ്. ഫസ്ജുദു എന്ന് പറഞ്ഞാൽ സുജൂദാണ്. സുജൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും താഴോട്ട് പോവുകയാണ്. വൻ നജ്മി ഇദാ ഹവ എന്ന് പറയുന്നത് നക്ഷത്രം താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ സുജൂദ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? താഴോട്ടേക്ക് പോവുകയാണ്. ആ താഴോട്ടേക്ക് പോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിലൊന്നും എത്ര അറിഞ്ഞാലും അറിവിൻ്റെ അപ്പുറമാണ് ഇത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പം നമ്മളുടെ നിലപാടെന്ന് പറയുന്നത് താഴോട്ട് പോവുകയാണ്. അപ്പം തുടക്കവും അവസാനവും എന്ന് പറയുന്നത് എന്താണ്? ഒരേ വിഷയമാണ്. ഒന്ന് നക്ഷത്രത്തിൻ്റെ താഴോട്ട് പോക്കാണെങ്കിൽ രണ്ടാമത് നമ്മൾ ഇതിനെ അറിഞ്ഞുകൊണ്ട് താഴോട്ട് പോകുന്നതാണ്. ഇതിൻ്റെ മിഡിലിൽ, ഈ സൂറത്തിൻ്റെ മിഡിലിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ ഇതിൻ്റെയൊക്കെ നിയന്ത്രണവും മനുഷ്യൻ്റെ പ്രതികരണവുമാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് റിംഗ് സ്ട്രക്ചർ എന്ന് ഞാൻ പറഞ്ഞത്. തുടക്കവും അവസാനവും ഒരേപോലെയാണ്. അതിൻ്റെ മിഡിലിൽ ഈ രണ്ടിനെ എന്ത് ചെയ്യാണ്? എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്ന് കാണാൻ പറ്റും. മിഡിലിൽ എന്താണുള്ളത്? ഈ സൂറത്തിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ളത് രണ്ട് വിഷയങ്ങളാണ് അതിലുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണുന്നതും കാണാത്തതും നമുക്ക് അറിയാൻ കഴിയുന്നതും കഴിയാത്തതുമായ എല്ലാം അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ് ഈ സൂറത്തിൻ്റെ മിഡിൽ അള്ളാഹു പറയുന്നത്. ആ അറിവിനെ മനുഷ്യന് ശരിയായിട്ട് മനസ്സിലാക്കാതിരിക്കുമ്പോൾ അവൻ്റെ പരിമിതി കാരണം അവൻ തെറ്റായി മനസ്സിലാക്കും. ഇതാണ് ഇതിൻ്റെ മിഡിൽ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് അള്ളാഹിൻ്റെ നിയന്ത്രണം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൂറത്ത് നമ്മൾ ഓരോ ആയത്തായിട്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഈ പോയിന്റ് നമുക്ക് അന്നേരം കിട്ടില്ല. മൊത്തം സൂറത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം പടച്ചവൻ്റെ നിയന്ത്രണമാണ് ഈ സൂറത്തിൽ മുഴുവനായിട്ട് ഉള്ളത്. 23 ആയത്തുകളിൽ എന്ന് വെച്ചാൽ മൊത്തം 62 ആയത്തുകളിൽ 23 ആയത്തുകൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 35% ആയത്തുകളും പറയുന്നത് അള്ളാഹിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ്. അതിലൊന്നാമത്തേത് ഫൗഹ ഇല അബ്ദിഹി മാ ഔഹ. വഹീനെ കുറിച്ച് അള്ളാഹു പറയുന്നത് എന്താണോ അള്ളാഹു വഹിയായിട്ട് കൊടുക്കാൻ നിശ്ചയിച്ചത് അവൻ കൊടുത്തു എന്നാണ്. അള്ളാഹിൻ്റെ നിയന്ത്രണമാണ് പറയുന്നത്. 2 ഇന്ദ സിദ്റത്തിൽ മുൻതഹ. മിഅ്റാജിനെ കുറിച്ച് പറയുമ്പോഴും, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് ആത്മീയതമായിട്ട് അവന് പോകാൻ കഴിയുന്നതിൻ്റെ ഉയർച്ചയിലേക്ക് പോവാണ്. പക്ഷെ അപ്പോഴും അള്ളാഹ് പറയുന്നത് സിദ്റത്തുൽ മുൻതഹ വരെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? പോകാൻ കഴിയുള്ളൂ. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്തുള്ള മരം. അവിടെയും അള്ളാഹിൻ്റെ നിയന്ത്രണമാണ് പറയുന്നത്. 25-ാമത്തെ ആയത്തിൽ ഫലില്ലാഹിൽ ആഖിറത്തു വൽ ഊല. ഇത് ഷിർക്കിനെ കുറിച്ചും വിഗ്രഹാരാധനയെ കുറിച്ച് പറയുന്നതിൻ്റെ ഇടയ്ക്ക് അള്ളാഹ് പറയുന്നത് അള്ളാഹിൻ്റെതാണ് എന്ത്? ഇനി വരാനിരിക്കുന്ന ആഖിറത്തും ഇപ്പോഴുള്ള ഊല, ഇപ്പോഴത്തതും ആരതാണ്? അള്ളാഹിൻ്റെതാണ്. അതേപോലെ 26-ാമത്തെ ആയത്തിൽ മലക്കുകൾക്ക് ഒരു തരത്തിലും ഷഫാഅത്ത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് അള്ളാഹ് പറയുന്നത് അള്ളാഹിൻ്റെ അനുമതിയില്ലാതെ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 30-ാമത്തെ ആയത്തിൽ ഇത്തരം തെറ്റായ നിലപാടുകാരെ ഇഗ്നോർ ചെയ്യുക, അവരെ ഒഴിവാക്കാന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത് ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല എന്നാണ്. നമുക്ക് കോൺഫിഡൻസ് തരാൻ വേണ്ടി പറയുന്നത് എന്താണ്? നിങ്ങളൊരു പരിധിക്കപ്പുറം ഇവരുടെ ബാക്കിൽ പോകേണ്ടതില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത് അള്ളാഹ്ക്ക് അറിയാം എന്ത്? ആരാണ് വഴി പിഴച്ചത്, ആരാണ് ഹിദായത്തത്. 31-ഉം 32-ാമത്തെ ആയത്തിൽ നമ്മൾ ഓർമ്മയിലുണ്ടാവും ഈ തെറ്റുകൾ. പിന്നെന്താണ്? സ്വയം ആൾക്കാരെന്താണ് തീരുമാനിക്കുകയാണ് എന്ത്? ഫലാ തുസക്കു അൻഫുസക്കും. സ്വയം ഞാൻ നന്നായി എന്ന് തീരുമാനിക്കുകയാണ്. കലീലൻ വാക്കുത, കുറച്ച് കൊടുത്തിട്ട് മതിയായി എന്ന് തീരുമാനിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ധാർമ്മികത തീരുമാനിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിനിടയ്ക്ക് അള്ളാഹ് പറയുന്നത് വലില്ലാഹി മാഫിസ് സമാവാത്തി വ മാഫിൽ അർള്. അള്ളാഹിൻ്റെതാണെന്ത്? ഭൂമിയും ആകാശവും ഒക്കെ എന്നുള്ളതാണ്. ഇനി പിന്നെ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്കാണ് എന്ത് തിരിച്ചു പോകുന്നത്. എന്നിട്ട് 43 മുതൽ 55 വരെയുള്ള ആയത്തുകൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. അവനാണെന്ത്? ചിരിപ്പിക്കുന്നതും കരയിക്കുന്നതും. അവനാണെന്ത്? ആണിനെയും പെണ്ണിനെയും ഉണ്ടാക്കിയത്. അവനാണ് ഈ ലോകവും പരലോകവും ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പരലോകത്തെക്കുറിച്ച് ലാസ്റ്റ് ഭാഗത്ത് പരലോകത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിലും പറയുന്നത് ലൈസ ലഹ മിൻ ദൂനില്ലാഹി കാശിഫ. അള്ളാഹുവിനല്ലാതെ ആ ഖിയാമത്ത് നാളിനെ തട്ടിമാറ്റാൻ
കഴിയുകയില്ല. എന്നിട്ട് ഈ സൂറത്ത് അവസാനിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഫസ്ജുദു ലില്ല എന്നാണ്. അള്ളാഹ്ക്ക് എന്ത് ചെയ്യുക? നമ്മൾ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂറ നജ്മ് ഒന്ന് സമാധാനത്തിലിരുന്നിട്ട് അതിൻ്റെ എല്ലാ ആയത്തുകളും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ കിട്ടുന്ന പിക്ചർ എല്ലാ അണുവും എല്ലാ ഇഞ്ചും എല്ലാ നിമിഷങ്ങളും എല്ലാ സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ് കിട്ടുന്നത്. ഇനി അള്ളാഹിൻ്റെ 2 നാമങ്ങൾ മാത്രമേ ഈ സൂറത്ത് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല അത് പെർഫെക്റ്റ് യൂസേജും കൂടിയാണ്. 2 നാമങ്ങൾ, ഒന്ന് അള്ളാഹ് എന്നുള്ള പേരാണ്, 2 എന്താണ്? റബ്ബ് എന്നുള്ള പേരാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ഉലൂഹിയത്തും റുബൂബിയത്തും ഞാൻ പറഞ്ഞിരുന്നു. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചത് എന്ന് സമ്മതിക്കലാണ്. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ ആ അള്ളാഹ് തന്നെയാണ് നമുക്ക് നിയമങ്ങൾ തരുന്നത് എന്ന് സമ്മതിക്കലാണ് റുബൂബിയത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ചില ആൾക്കാർ എന്ത് ചെയ്യും, അള്ളയാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് സമ്മതിക്കും, പക്ഷെ തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് അവനാണ് എന്ത് ചെയ്യൂല, സമ്മതിക്കൂല എന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ സൂറത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അള്ളാഹിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അള്ളാഹിൻ്റെതാണ് ആഖിറത്തും പിന്നെ ഊല, അള്ളാഹിൻ്റെതാണ് സമാവാത്തും. അള്ളാഹ് എവിടെയാണ് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും നിയന്ത്രണം എന്ന അള്ളാഹുവിൻ്റെ വലുപ്പം പറയുന്നിടത്താണ് അള്ളാഹ് ഉപയോഗിക്കുന്നത്. റബ്ബ് എവിടെയാണ് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബിനറിയാം ആരാണ് നിങ്ങളിൽ ശരിയും തെറ്റും. റബ്ബിന് വാസിഉൽ മഗ്ഫിറ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ന റബ്ബക്ക, നിന്റെ റബ്ബ് എല്ലാം പുറത്തു തരുന്നവനാണ് എന്ന് പറയുന്നിടത്ത് റബ്ബാണ് ഉപയോഗിക്കുന്നത്. എല്ലാം തിരിച്ചു പോകുന്നത് നിന്റെ റബ്ബിലേക്കാണ് എന്ന് ഉപയോഗിച്ചെടുത്ത് റബ്ബാണ് ഉപയോഗിക്കുന്നത്. റബ്ബു ഷിഅറ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഷിഅറ നക്ഷത്രമാണ് അവിടുത്തെ എന്താണ് അറബികൾ അന്ധവിശ്വാസത്തിൽ ആരാധിച്ചിരുന്ന ഒരു നക്ഷത്രമാണ്. അവർക്ക് ഗുണവും ദോഷമൊക്കെ കൊടുക്കാൻ ഈ നക്ഷത്രത്തിന് കഴിയുമെന്ന് പറയുന്നിടത്ത് അവിടെ ഉപയോഗിക്കുന്നത് റബ്ബു ഷിഅറ എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിന്റെ റബ്ബിൻ്റെ ഏത് ആല തത്തമാറ ഫബിഐ ആലായി റബ്ബിക തത്തമാറ എന്ന് വെച്ചാൽ നിന്റെ റബ്ബിൻ്റെ ഏത് സൃഷ്ടിപ്പിനെയാണ് നീ സംശയിക്കുന്നത് എന്ന് ചോദിക്കുന്നിടത്തും റബ്ബാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിൻ്റെ നിയന്ത്രണം നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂറത്ത്, അതിൽ അള്ളാഹിൻ്റെ 2 നാമങ്ങൾ, ഒന്ന് അള്ളാഹിൻ്റെ നിയന്ത്രണം കാണിക്കുന്ന അള്ളാഹ് എന്ന നാമം, റബ്ബ് എന്ന ഭൂമിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹിൻ്റെ റുബൂബിയത്തും ഉപയോഗിക്കുന്നു എന്ന് കാണാൻ പറ്റും. ഇനി ഇതിനോടൊന്ന് ഒരുമിച്ച് തന്നെ ഈ സൂറത്തിൻ്റെ മിഡിൽ പാർട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് മനുഷ്യൻ്റെ പരിമിതമായ അറിവും ആ പരിമിതമായ അറിവ് കൊണ്ട് അവൻ എടുക്കുന്ന തെറ്റായിട്ടുള്ള നിലപാടും. അപ്പം വളരെ പെർഫെക്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അറിവിനും ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ നിയന്ത്രണം. ആ അറിവ് പരിമിതമായ നമ്മൾ എടുക്കുന്ന തെറ്റായ നിലപാടാണ്. അത് പറയാൻ വേണ്ടിയിട്ട് ധാരാളം പ്രയോഗങ്ങൾ ഈ പിന്നെ സൂറത്തിൻ്റെ ഇടയിലുണ്ട്. അതിലൊന്ന് പിന്നെ അഫറ ഐത്തുമുൽ ലാത്ത വൽ ഉസ്സ എന്ന് ചോദിച്ചിട്ടാണ് വിഗ്രഹാരാധനയെ കുറിച്ച് അള്ളാഹു പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യനോട് അവൻ്റെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കാൻ അള്ളാഹ് പറയാണ്, നീ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് അതാണ് പറയുന്നത് എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ ലന്നിനെ കുറിച്ച് 3 പ്രാവശ്യമാണ് ഈ സൂറത്തിൽ പറയുന്നത്. ഊഹങ്ങൾ, മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഊഹങ്ങൾ ഉപയോഗിക്കുന്നു. ദാലിക മബ്ലൂഹും മിനൽ ഇൽമ് എന്ന് പ്രയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് പറയുന്നിടത്ത് അറിവാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പിന്നെ ഇത്ര ചെയ്താൽ മതി പരലോകത്ത് രക്ഷപ്പെടും എന്ന ധാരണയുള്ളവരോട് അള്ളാഹ് ചോദിക്കുന്നത് എന്നാണ്. നിങ്ങൾക്ക് വൈബിയായ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടോ? അതാണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഫബിഐ ആലായി റബ്ബിക തതമാറ എന്നാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്തിനെയാണ് സംശയിക്കുന്നത് എന്ന് ഉപയോഗിക്കുന്നതും മനുഷ്യൻ്റെ പരിമിതമായ അറിവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പം പിന്നെ ഈ മിഡിൽ പാർട്ട് മൊത്തത്തിൽ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ നിയന്ത്രണം, മനുഷ്യൻ്റെ പരിമിതമായ അറിവ്, ആദ്യം നജ്മിൻ്റെ ഹവ എന്ന് വെച്ചാൽ നക്ഷത്രത്തിൻ്റെ അസ്തമയം, അവസാനം എന്താണ്? അള്ളാഹുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിധേയരായിട്ട് താഴുന്നു എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ സൂറത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത് അതാണ്. ഇനി ഈ സൂറത്തിൻ്റെ പിന്നെ ഭാഷാ സൗന്ദര്യം
പിന്നെ എല്ലാ സൂറത്തിൻ്റെ ഭാഷാ സൗന്ദര്യവും ഭയങ്കരമാണ്. ഖുർആനിൽ അതുമാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ മാത്രം അതിലുണ്ട്. ഈ സൂറത്തിൻ്റെ ഭാഷാ പ്രയോഗത്തിൽ 2-3 പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റും. കുറേ പറയാൻ കഴിയും, നമ്മളൊരു ക്ലാസ്സിൻ്റെ ഒരു പരിമിതമായ സമയത്തിൽ ഇരുന്നുകൊണ്ട് 2-3 കാര്യങ്ങൾ പറയാൻ കഴിയും. ഒന്ന്, ഇതിൻ്റെ റൈമാണ്, പ്രാസം നമ്മൾ പറയില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ എൻഡ് ചെയ്യുന്ന സാധനം പ്രാസം. പ്രത്യേകിച്ച് ഈ മക്കി സൂറത്തുകളിൽ നിങ്ങൾക്ക് വല്ലാണ്ട് ഇത് കാണാൻ കഴിയും. ഈ സൂറത്തിൻ്റെ 58 വരെയുള്ള, എന്ന് വെച്ചാൽ മൊത്തം 62 ആയത്താണ്. അതിൽ 58 വരെയുള്ള ആയത്തുകൾ അവസാനിക്കുന്നത് ആ എന്നുള്ള സൗണ്ട് വെച്ചുകൊണ്ടാണ്. എന്താണ്? ഹവ, ഗവ, പിന്നെ എന്താണ്, പിന്നെ യൂഹ എന്ന് പറഞ്ഞാൽ ആ വെച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പല വായനയും വായിക്കാൻ പറ്റും. ഇതിൽ പിന്നെ ശരിക്കും നിങ്ങൾ ഇംഗ്ലീഷിൽ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു സയൻസാണ്. ഇതിന് എന്താണ് ഫോണോസെമാൻറ്റിക്സ് എന്ന് പറയുക. ഫോണോസെമാൻറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് അത് ഉച്ചരിക്കുന്നത് തന്നെ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ ദേഷ്യം പിടിക്കുമ്പം ചില വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കട്ടിയുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക. നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ, കാരണം കട്ടിയോടുകൂടി പറയുമ്പോഴാണ് എന്ത് ചെയ്യുക, ആ മൊത്തം ഇമോഷൻ നമുക്ക് പറയാൻ കഴിയുക. ഖുറാനിൽ സൽസല എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, ഇതാ ദുൽസിലത്തിൽ അർളു സിൽസാലഹ. ശരിക്കും സൽസല എന്നതിന് എന്തുണ്ട്, ആ വാക്ക് പറയുമ്പം തന്നെ ഭൂമി കിടുകിട വരക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാം. ഇതിനാണ് ഫോണോസെമാൻറ്റിക്സ് എന്ന് പറയുക. ഒരു വാക്ക് ഉച്ചരിക്കുന്നതിൽ തന്നെ എന്തുണ്ട്, ഒരു ഇമോഷൻ കയറുന്നത്. ഖുർആൻ ഇത് വളരെ സുന്ദരമായിട്ട് ഉപയോഗിക്കുന്നൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഖുർആനാണ്. ഇതിൽ ആ എന്നുള്ള പിന്നെ അക്ഷരം കൊണ്ട് ആ വാക്ക് കൊണ്ട് പിന്നെ ആ ഒരു പിന്നെ എന്താണ് ശബ്ദം കൊണ്ട് അവസാനിക്കുന്നതിന് കുറേ വായന സാധ്യമാണ്. അതിലൊരു വായന പിന്നെ ഈ സൂറത്ത് മുഴുവൻ പറയുന്നത് മനുഷ്യൻ്റെ അറിവിനപ്പുറമുള്ള കാര്യങ്ങളും മനുഷ്യന് ഇനിയും കുറേ സാധ്യമായിട്ട് ആലോചിക്കാൻ കഴിയുന്ന എന്താണ് മിഅ്റാജ്, വഹീ, ആഖിറത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ആ എന്ന് അവസാനിക്കുമ്പം അത് വലിയ ചിന്തിക്കാൻ ഇനിയും സാധ്യത തുറന്നു വെക്കുന്ന പ്രയോഗമാണ്. എന്ന് വെച്ചാൽ വൻ നജ്മി ഇദാ ഹവാ എന്ന് പറയുന്നത് ധാരാളം നമുക്ക് ആലോചിക്കാൻ പോസിബിലിറ്റി ഉള്ള സ്ഥലത്താണ് ആ എന്നുള്ള വാക്കുകൊണ്ട് അവസാനിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കി, ഇത് ശരിക്കും മിറക്കിളാണ്. എന്ന് വെച്ചാൽ മാനുഷികമാണ് ഖുർആൻ എന്നതിൻ്റെ തെളിവാണ്. 51 മുതൽ 61 വരെയുള്ള ആയത്തുകൾ അവസാനിക്കുന്നത് നൂന് വെച്ചുകൊണ്ടാണ്. നൂന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമിദൂൻ, നമ്മൾ പറയാം തഅജബൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത്. നൂന് വേണ്ടി അവസാനിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യം പറഞ്ഞ് നിർത്തുന്നതാണ് നൂന്. ആ 3 ആയത്തുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യനോട് നേർക്ക് നേരെ അവൻ്റെ ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നീ ഇപ്പോഴും ഇതിനെ അത്ഭുതപ്പെടുകയാണോ? നീ ഇപ്പോഴും കരയാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ? നീ ഇപ്പോഴും മാറാതിരിക്കുകയാണോ എന്ന ചോദ്യം ചോദിക്കുന്നിടത്താണ് നൂന് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അവസാനത്തെ 62ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫഅ്ബുദു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഫഅ്ബുദു ഫസ്ജുദു ലില്ലാഹി ഫഅ്ബുദു. അതിലെന്തില്ല, ഒരു പോസിബിലിറ്റി ഇല്ല, ഒരു ഡിബേറ്റിന് സാധ്യതയില്ല. നീ ഒരു കാര്യം ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞു നിർത്തുന്നിടത്താണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് പോയിട്ട് സൂറ നജ്മ് ഓതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൗന്ദര്യം മനസ്സിലാവും. എന്തുകൊണ്ടാണ് 58 ആയത്ത് വരെ അള്ളാഹു ഇതേ ടോണിൽ പോയിട്ട് അങ്ങനെ പോയി അവസാനിക്കുന്നതിന് പകരം അതുവരെ ചിന്തയാണ്. മനുഷ്യനോട് പല കാര്യങ്ങളും നീ ഇത് ചിന്തിച്ചു നോക്കുക, നീ ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക, നീ നജ്മിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക എന്ന പോസിബിലിറ്റി തുറന്നു വെക്കുകയും പെട്ടെന്ന് മനുഷ്യനെ പിടിച്ചുകൊണ്ട് അവനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന നൂനും ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ദൂവും വെച്ചുകൊണ്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആൻ ദൈവികമാണ് എന്ന തെളിവുകളിൽ വലിയൊരു തെളിവിൽ ഒന്നാണ്. ഇതാണ് ഒന്ന്. 2, ഖുർആനിൽ എപ്പോഴും എന്താണ് എന്നെ പിടിച്ചിരുത്തുന്ന, എനിക്കെപ്പോഴും പിന്നെ ഖുർആനോട് വല്ലാത്തൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഖുർആൻ്റെ ഭാഷാ ശൈലി ചോദ്യങ്ങളാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കുറേ കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഖുർആനിൽ 500-ലധികം ചോദ്യങ്ങളുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച ഒരു സൂറത്തിലും ചോദ്യങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കാതിരുന്നിട്ടില്ല. ഈ സൂറത്തിൽ 12 ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓതി പോകാൻ കഴിയില്ല. അള്ളാഹു എന്ത് ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കും. അതിൽ 1-2 ഉദാഹരണങ്ങൾ, എല്ലാം പറയുന്നില്ല. അഫ തുമാറൂനഹു അലഹമായറ എന്ന് ഖുറൈശികളോട് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നേരിട്ട് കണ്ടതിനെ നിങ്ങൾ സംശയിക്കുകയാണോ എന്നാണ്. എന്ന് വെച്ചാൽ വഹി എന്താണ് എന്ന് ലോജിക്കലി പറയുന്ന വേറെ ഭാഗങ്ങളുണ്ട്. ഇവിടെ നേർക്ക് നേരെ പറയുന്നത് അല്ലമീനായ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ
നേരിട്ട് കണ്ടിട്ട് നിങ്ങളോടൊരു കാര്യം പറയുമ്പം അവരോട് ചോദിക്കണം, അഫ തുമാറൂനഹു അലാമയറ, അദ്ദേഹം കണ്ടതിന് നിങ്ങൾ സംശയിക്കുകയാണോ? അതുപോലെ തന്നെ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ചോദ്യമാണ്. അഫറ ഐത്തുമുല്ലാത്ത വൽ ഉസ്സ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊരു ചോദ്യമുണ്ട്, അലക്കുമു ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക് ആണും അള്ളാഹുവിന് പെണ്ണും ആണോ എന്ന് പറഞ്ഞിട്ട് ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. അഫറ ഐത്തല്ലദീ തവല്ല എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ അതേ കാര്യം പറഞ്ഞിരുന്നത് എന്ത്, നിങ്ങൾക്ക് കുറച്ച് ചെയ്തിട്ട് രക്ഷപ്പെടാം എന്ന് പറയുന്നിടത്ത് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറ, നിങ്ങൾക്ക് എന്തുണ്ടോ ഗൈബിയായ അറിവുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇതാണ്. ഇപ്പം രണ്ടാമത്തെ ഈ ഭാഷാ ശൈലി സൂറ നജ്മിൻ്റെ ചോദ്യങ്ങളാണ്. മൂന്നാമത്തത് ഈ സൂറത്തിൻ്റെ തുടക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറേ സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്. ഈ സൂറത്ത് തുടങ്ങിയ വിഷ്വലൈസേഷൻ, ചിത്രീകരണം എന്ന് പറയുന്നത് ഒരാൾക്ക് ആത്മീയതയെ ഇതിലും സുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ചിത്രീകരിക്കാൻ കഴിയില്ല. രണ്ട് സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. രണ്ടും ചിത്രീകരണമാണ്. ചിത്രീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, എന്ന് വെച്ചാൽ ഒരു സാധനത്തിനെ നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുകയാണ്, ഇന്നത് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് മാത്രം നിങ്ങളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പ്രത്യേക ഇഷ്ടം നമുക്ക് തോന്നും. ഈ ഖുർആൻ്റെ ഭാഷ നമുക്ക് അതിലൊന്ന് വഹിയുമായി ബന്ധപ്പെട്ടാണ്. നമ്മളന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുത്തേക്ക് വരുന്ന ആ ഓരോ സെക്കൻഡും അള്ളാഹു പറയാണ്, ദൂ മിറത്തിൻ ഫസ്തവ, അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിന്നു, വഹുവ ബിൽ ഉഫുക്കിൽ അഅല, മുകളിൽ, സുമ്മ ദന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, എന്ന് വെച്ചാൽ പിന്നെ ശ്വാസം പോലും വിട്ടാൽ രണ്ടുപേർക്കും തിരിച്ചറിയാൻ കഴിയുന്നത്ര ജിബ്രീൽ അലൈഹിസ്സലാമും പ്രവാചകനും അടുത്ത് നിന്ന ആ രംഗത്തെ ഈ സൂറത്ത് ചിത്രീകരിച്ച് കാണിക്കുകയാണ്. രണ്ടാമത് മിഅ്റാജാണ്. മിഅ്റാജിൽ പിന്നെ അള്ളാഹു പറയുന്നത്, ഇത് യഗ്ഷ സിദ്റത്തമായ യഗ്ഷ, നമുക്ക് ആലോചിക്കാനും കഴിയും, പക്ഷെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത പ്രയോഗമാണ്. എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ അടുത്ത്, അള്ളാഹിൻ്റെ സാമീപ്യത്തിൽ സിദ്റത്തുൽ മുൻതഹൻ്റെ അടുത്ത് നിൽക്കുമ്പം അള്ളാഹ് പറയാണ്, ആ സിദ്റയെ മൂടേണ്ടുന്ന ഒരു സാധനം മൂടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെന്ത് ചെയ്യണം, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് അള്ളാഹു എന്ത് ചെയ്യാണ് വെക്കുകയാണ്. ഇതാണ് മൂന്നാമത്തത്. നാലാമത്തത് ഈ സൂറത്തിൽ എനിക്ക് തോന്നുന്നത് മക്കി സൂറത്തുകളിലെ ചുരുക്കം നമ്മൾ പറയുന്നിടത്ത് ഇതുവരെ പറയാത്ത ഖുർആൻ്റെ ഒരു ശൈലിയാണ് സർക്കാസം. ഈ സൂറത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശൈലി സർക്കാസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്ന് വെച്ചാൽ തമാശയാണ്. പക്ഷെ തമാശ എന്ന് പറഞ്ഞാൽ ഒരു തരം പിന്നെ ചിന്തിപ്പിക്കുന്ന തമാശയാണ് സർക്കാസം എന്ന് പറയുന്നത്. ഈ സൂറത്തിൽ അത് പെർഫെക്റ്റ് ഫിറ്റാണ്. കാരണം എന്താണ്, മനുഷ്യൻ അവൻ്റെ അറിവിന് പുറത്തുള്ള കാര്യത്തിന് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നിലപാടിലെത്തുകയാണ്. എന്ന് വെച്ചാൽ അവന് എത്ര ആലോചിച്ചാലും കിട്ടാത്ത സാധനത്തിനെ കുറിച്ച് അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ പരിമിതമായ അറിവുകൊണ്ട് പലതരം നിലപാടുകളിലെത്തുകയാണ്. അതിനെ അള്ളാഹു ഒരു തരം ആക്ഷേപഹാസ്യത്തിൽ പറയുന്ന പിന്നെ ഒന്നാമത്തെ പ്രയോഗം വല്ലാത്ത പ്രയോഗമാണ്, മനാത്ത സാലിസത്തൽ ഉഖ്റ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലാത്ത ഉസ്സ മനാത്ത, പിന്നെ മറ്റേ മനാസ് അങ്ങനെ പറയില്ലേ, എന്ന് വെച്ചാൽ കുറേ ഉണ്ടല്ലോ, ഒന്നല്ലല്ലോ. അപ്പം മനാത്ത സാലിസത്തൽ ഉഖ്റ, ആ മൂന്നാമത്തെ ആ മനാത്തയും എന്ന് പറയുന്നിടത്ത് അള്ളാഹു ഉപയോഗിക്കുന്നത് സർക്കാസമാണ്. രണ്ടാമത് അലക്കുമു ദക്കറു വലഹുൽ ഉൻസ എന്നുള്ള ഉപയോഗിക്കുന്നുണ്ട്. അലക്കുമു ദക്കറു വലഹുൽ ഉൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് പെണ്ണിനെ പറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നമല്ല അവിടെ പറയുന്നത്. തീരെ പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്തൊരു സമൂഹം ഒരു പെൺ ദൈവത്തെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ ആക്ഷേപത്തെ കുറിച്ച് അള്ളാഹ് ചോദിക്കുകയാണ്, എന്ത് അലക്കുമു ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക് ആണും എനിക്ക് പെണ്ണും, തിൽക്ക ഇതൻ ഖിസ്മത്തും വീസ, ഇത് ഭയങ്കര അനീതിപരമായിട്ടുള്ളൊരു വിഭജനമല്ലേ എന്ന് ചോദിക്കുന്നത് ആക്ഷേപഹാസ്യമാണ്. അതേപോലെ തന്നെ പിന്നെ അവരുടെ ദൈവങ്ങളെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് അള്ളാഹ് പറയുന്നത്, ഇൻഹിയ ഇല്ല അസ്മാ ഉൻ സമ്മൈത്തുമൂഹ അൻതും വ ആബാഉക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു സാധനമുള്ളൂ, നിങ്ങൾക്കും നിങ്ങളുടെ ഉപ്പമാർക്കൊക്കെ തോന്നിയൊരു പേരിട്ടു എന്നല്ലാതെ എന്തില്ല, ഇതിനൊരു റിയാലിറ്റിയും ഇല്ല എന്ന് പറയുന്നിടത്ത് അള്ളാഹ് ഉപയോഗിക്കുന്നത് ആക്ഷേപഹാസ്യമാണ്. അതേപോലെ തന്നെ അംലിൽ ഇൻസാനി മാ തമന്ന, മനുഷ്യൻ അവന് കൊതിക്കുന്നതൊക്കെ കിട്ടുമെന്നാണോ വിചാരിക്കുന്നത് എന്ന് ഉപയോഗിക്കുന്നിടത്ത് ആക്ഷേപഹാസ്യമാണ്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാണാൻ കഴിയാത്ത ഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറ എന്ന് ഉപയോഗിക്കുന്നതും ഒരു തരത്തിൽ എന്താണ് ആക്ഷേപഹാസ്യമാണ്. അഞ്ചാമത്തെ സ്റ്റൈല്, ഈ സൂറത്തിൻ്റെ സ്റ്റൈല്, ഇത് നമ്മൾ മക്കി സൂറത്തിൽ നിരന്തരം പറയുന്നതാണ്, ഒരു സൂറത്തിന് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ. ഇത് ഞാൻ പറഞ്ഞു ഖുർആൻ്റെ അത്ഭുതമാണ്. കാരണം ഒരു മനുഷ്യനാണ് ഇത് എഴുതിയതെങ്കിൽ ആ മനുഷ്യൻ്റെ വൊക്കാബുലറിയിൽ അയാൾ അറിയാതെ എന്ത് ചെയ്യും,
വാക്കുകൾ കടന്നു വരും. ഇപ്പം നമ്മൾ സംസാരിച്ചാൽ എങ്ങനെയായാലും ആ വാക്ക് കടന്നു വരും. 23 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാക്കിലൂടെ ഖുർആൻ വഹിയായിട്ട് മനുഷ്യർ കേട്ടിട്ടും ഒരു സൂറത്തിൽ ഉപയോഗിച്ച വാക്ക് ആ സൂറത്തിൽ മാത്രം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ചിട്ട് വാക്ക് സംസാരിക്കാൻ പോകുമ്പോൾ അള്ളാഹ് ഇത് ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകണം. അങ്ങനെ കുറേ വാക്കുകൾ, ഇതിൽ 6 വാക്കുകൾ സൂറ നജ്മിൽ അങ്ങനെ ഉണ്ട്. അതിലൊന്ന് കാബ കൗസൈനി എന്നാണ്, എന്ന് വെച്ചാൽ വില്ലോളം എന്ന് പറയുന്നില്ലേ, വില്ലോളം എന്ന് പറയുന്നത് അടുപ്പം കാണിക്കാൻ. അതേപോലെ തന്നെ റീസ എന്നാണ്, കിസ്മത്തും റീസ, വക്രത, നിങ്ങൾ പിന്നെ നിങ്ങളുടെ വിഭജനം വളരെ, ലമം ഓർമ്മയുണ്ടോ? ലമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കബായിറൽ ഇസ്മ്, വലിയ തെറ്റുകൾ ഒഴിവാക്കുകയും, ലമം അതിൻ്റെ ഇടയിൽ വന്നു പോകുന്ന ചെറിയ വീഴ്ചകൾ എന്നെടുത്ത് ലമം. അതേപോലെ അക്ദ, ഭയങ്കര പ്രയോഗമാണ് അക്ദ. എന്താണ്, അപ്പോൾ കലീലൻ അക്ദ. അക്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലിന് ഇടിച്ചിട്ട് നിന്ന് പോകുന്നതാണ്. ആദ്യത്തെ തടസ്സം വരുമ്പം പ്രവർത്തനം നിർത്തുന്ന സ്വഭാവത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദം അക്ദയാണ്. അക്ന എന്നാണ്, ഗിനയും പിന്നെ മനുഷ്യ അള്ളാഹുവാണ് സമൃദ്ധി നൽകുന്നതും സംതൃപ്തി നൽകുന്നതും എന്ന് പറയുന്നിടത്ത് അക്ന. അതേപോലെ സാമിദൂൻ, ഒരിക്കലും മാറാത്ത നിലപാടുള്ളവരെ കുറിച്ച് പറയുന്നത് സാമിദൂൻ എന്നാണ്. ഇനി ഇതാണ് ഇതിൻ്റെ സ്റ്റൈല്. ഈ സൂറത്ത് പഠിപ്പിക്കുന്ന തെറ്റും ശരിയുമായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒരു എന്താണ് ടേക്ക് അവേ എന്ന് പറയുന്നത്. ഓരോ സൂറത്തിൽ നിന്നുള്ള ടേക്ക് അവേ ആ സൂറത്ത് നമുക്ക് പഠിപ്പിക്കുന്ന സ്വഭാവങ്ങളാണ്. 13 തെറ്റായ സ്വഭാവങ്ങൾ ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് സംശയമാണ്, അനാവശ്യമായ സംശയം, വേണ്ടാണ്ട് സംശയിച്ചു കൊണ്ടേയിരിക്കുക, മിറിയ എന്ന് ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്, അത് 2 പ്രാവശ്യമാണ് ഈ സൂറത്തിലുള്ളത്. രണ്ടാമത് ഹവയാണ്. ഹവ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ദേഹേച്ഛ വെച്ചുകൊണ്ട് നിലപാടെടുക്കുന്നു. മൂന്നാമത് ലന്നാണ്, ഊഹങ്ങൾ വെച്ചുകൊണ്ട്, ശരിക്കും അറിവില്ലാണ്ട് ഊഹങ്ങൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? മനുഷ്യൻ നിലപാടെടുക്കുന്നു. അതേപോലെ നാലാമത് പലതരം ഷിർക്കുകളാണ്. പലതരം ഷിർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരെയൊക്കെയോ നമ്മളെ സഹായിക്കാനുണ്ടാകുമെന്ന ഷിർക്ക്, മലക്കുകൾ നമുക്ക് ഷഫാത്ത് നൽകുമെന്നുള്ള ഷിർക്ക്. അഞ്ചാമത്തെ തെറ്റായ സ്വഭാവം യുരിദ് ഇല്ലൽ ഹയാത്തി ദുന്യ. ആകെക്കൂടെ എല്ലാ ഫോക്കസും കോൺസെൻട്രേഷനും ചിന്തയും ഉദ്ദേശവും ഒക്കെ ഈ ലോകം മാത്രമാകുക എന്നുള്ളത് തെറ്റായ സ്വഭാവമാണ്. അതേപോലെ ദാലിക മബ്ലൂഹും മിനൽ ഇൽമ്, അറിവുണ്ട് പക്ഷെ പരിമിതമായ അറിവാണ്. ഈ ലോകത്തിൽ ചുറ്റിക്കറങ്ങി കിടക്കുന്ന അറിവ് മാത്രം ഉണ്ടാകുക എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്വഭാവമായിട്ടാണ് പറയുന്നത്. സയ്യത്ത് എന്ന അല്ലാഹു ഈ സൂറത്തിൽ തിന്മയെ കുറിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം സയ്യത്താണ്. സയ്യത്തിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്നതാണ് സയ്യത്ത് എന്ന് പറയുന്നത്. എട്ടാമത്തെ തെറ്റായ സ്വഭാവം തവല്ല എന്നാണ്. സത്യം മുന്നിൽ നിൽക്കുമ്പം അതിൽ നിന്ന് എന്ത് ചെയ്യുക? മാറിപ്പോവുക എന്നുള്ളത്. ഒമ്പതാമത്തെ എനിക്ക് ഈ സൂറത്തിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു സാധനം കലീലൻ വ അക്ദ എന്നുള്ളതാണ്. കലീലൻ വ അക്ദ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ആദ്യത്തെ തടസ്സം വരുമ്പോൾ ആ പ്രവർത്തനം എന്ത് ചെയ്യും? നിർത്തും. അതാണ് കലീലൻ വ അക്ദ. അതേപോലെ അല്ലാ തസിറു വാസിറത്തുൻ വിസിറ ഉഹ്റ, ആരൊക്കെയോ നമ്മളെ സഹായിക്കാനുണ്ടാവും, പാരമ്പര്യം, കുടുംബം, ഉപ്പ ഉമ്മ, ആരെങ്കിലൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടാവും എന്നുള്ള വിചാരം. 11ാമത്തേത് നെഗറ്റീവ് സർപ്രൈസ് ആണ്. നെഗറ്റീവ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അജബ് എന്ന് പറഞ്ഞാൽ കാണുന്ന എല്ലാത്തിനും വല്ലാത്ത ക്യൂരിയോസിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ വിശ്വാസമില്ലാതെ എല്ലാത്തിനും എന്ത് ചെയ്യുക? ഒരു വല്ലാത്ത സർപ്രൈസ് ഫീലിംഗ് ആയിട്ട് ഉണ്ടാക്കുക. 12ാമത്തെ എനിക്ക് തോന്നുന്നു ഈ സ്വഭാവവും നമ്മുടെ പ്രശ്നമാണ്. സീരിയസ്നെസ് ഇല്ലാതിരിക്കുക ജീവിതത്തെക്കുറിച്ച്, ഒരു തരം ഗൗരവമില്ലാതെ. വതൽഹകൂന വലാ തബുക്കൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ കരയാത്തത് എന്ന് സൃഷ്ടാവ് ചോദിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് ഒരു തരം സീരിയസ്നെസ്സും ഇല്ലാത്തത് തെറ്റായ സ്വഭാവമായിട്ടാണ് പറയുന്നത്. ഈ സൂറത്തിൽ 10 ശരിയായിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മിറാജിൻ്റെ അടുത്ത്, പിന്നെ മിറാജിൽ അള്ളാഹിൻ്റെ സാമീപ്യത്തിൽ പോയപ്പം പറയുന്നത് മാ സാഗൽ ബസറു വമാ തഗ എന്നുള്ളതാണ്. ഭയങ്കര പ്രയോഗമാണ്. വിശ്വാസികളെ ആയ നമുക്ക് ആത്മീയമായിട്ട് അള്ളാഹിനോട് ബന്ധപ്പെടുമ്പം വരേണ്ടുന്ന സാധനമാണ്. മാ സാഗൽ ബസറു എന്ന് പറഞ്ഞാൽ ശ്രദ്ധ വേണം. നിങ്ങൾ നമസ്കരിക്കുമ്പം ശ്രദ്ധയില്ലെങ്കിൽ അള്ളാഹിനെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ വമാ തഗ, ആത്മീയതയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? അതിര് കിടക്കരുത്. അതിര് കിടക്കാന്ന് വെച്ചാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് പടച്ചവൻ്റെ അധിക സാമീപ്യം നേടാൻ വേണ്ടി ചെയ്യുകയും ചെയ്യരുത് എന്നുള്ള ബാലൻസ് പഠിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ സ്വഭാവം.
രണ്ടാമത് ഈ സൂറത്ത് പഠിപ്പിക്കുന്ന ശരിയായ സ്വഭാവം ഹിദായത്ത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹിദായത്ത് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമേ നമ്മളെ നേർവഴിക്ക് നയിക്കാൻ കഴിയുള്ളൂ, നമ്മളെ അറിവിന് പരിമിതിയുണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്യുക. ഹിദായത്ത് വരുമ്പോൾ അതിനെന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. മൂന്നാമത്, ഇതും വളരെ പ്രധാനമാണ്, ചില മനുഷ്യരോട് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് അവരെ നന്നാക്കാൻ നോക്കി ഒരു പരിധിയിലപ്പുറം കഴിഞ്ഞാൽ അവരുടെ അറിവിനപ്പുറമുള്ള ഒന്നും ആക്സെപ്റ്റ് ചെയ്യൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഇഗ്നോർ ചെയ്യാനും നമുക്ക് കഴിയണം. ചില ആൾക്കാരെ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നാലാമത്തെ സ്വഭാവം എഹ്സാനാണ്. എഹ്സാൻ ഈ സൂറത്തിൽ എന്തുകൊണ്ടാണ് എഹ്സാൻ വളരെ പ്രധാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ എഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹനെ കാണാതെ തന്നെ വിശ്വസിക്കലാണ്. നമുക്ക് അവനെ കാണാൻ കഴിയില്ലെങ്കിലും അവന് നമ്മളെ കാണാൻ കഴിയുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ അള്ളാഹനെ വിശ്വസിക്കലാണ് ഇത്. അതേപോലെ അഞ്ചാമത്തെ ശരിയായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് ഇജ്തിനാബാണ്. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മ. ഇജ്തിനാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാതിരിക്കലല്ല, തെറ്റ് നടക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് തന്നെ വിട്ടുമാറി നിൽക്കുക എന്നുള്ളതാണ് ഇജ്തിനാബ്. ആറാമത്തേത്, ഒരിക്കലും സ്വയം നന്നായി എന്ന് നമ്മൾ പ്രഖ്യാപിക്കരുത്. ഫലാ തുസക്കു അൻഫുസക്കും, ഒരിക്കലും പെർഫെക്റ്റ് ആയി എന്ന് നമ്മൾ പ്രഖ്യാപിക്കരുത് എന്ന് പറയുന്നത്. ഏഴാമത്തത് തഖ്വയാണ്. എട്ടാമത്തത് നേരത്തെ എന്താണ്, കുറച്ച് ചെയ്ത് നിർത്തുക എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സഅയാണ്. സഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു തടസ്സമുണ്ടാവും എന്ന് ആദ്യമേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യലും അതിനെ മറികടക്കാൻ നമ്മൾ റെഡിയാകുകയും ചെയ്യുക എന്നുള്ളതാണ് സഅ. ഒൻപതാമത്തത് സുജൂദാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അറിവിൻ്റെ എല്ലാ പരിമിതിയും അള്ളാഹിൻ്റെ മുന്നിൽ വിധേയപ്പെടുക. പത്താമത്തത് ഇബാദത്താണ്. എല്ലാം അള്ളാഹുവിന് വിധേയപ്പെടുക, അള്ളാഹിൻ്റെ അനുസരണത്തിൽ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളത്. ഇതാണ് സൂറ നജ്മ്. എനിക്ക് വായിക്കാൻ കഴിഞ്ഞ ഒരാകത്തുകയാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഈ സൂറത്ത് നിന്ന് ധാരാളം നമുക്ക് വായിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഇതേ സൂറത്ത് ഒന്നും കൂടി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ തന്നെ ആംഗിളായിരിക്കും നമുക്ക് കിട്ടുക. ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം, ഈ സൂറത്തിലെ ഓരോ ആയത്ത് പ്രിപ്പയർ ചെയ്യുമ്പം ഈ സൂറത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ മൊത്തം സൂറത്ത് ഒരുമിച്ച് ഒരിടത്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഇടയിൽ മുഴുവൻ അള്ളാഹു ആണ് എന്നുള്ളത് മനസ്സിലായി. വെച്ചാൽ അള്ളാഹിൻ്റെ നിയന്ത്രണമാണ് മൊത്തം എന്നത് മനസ്സിലാകുന്നത് മൊത്തം സൂറത്ത് എടുത്ത് ഒരുമിച്ച് വായിച്ചു നോക്കുക. അതേപോലെ തന്നെ ഈ മൊത്തം സൂറത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിങ്, പടച്ചവൻ തന്നെയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന കോൺഫിഡൻസ് നമുക്ക് വല്ലാതെ കിട്ടും. കാരണം ഒരു തരത്തിലുള്ള കോൺട്രഡിക്ഷനും ഇല്ലാതെ വളരെ റൈമിങ് ആയി റിതമോടുകൂടി ആശയങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുകയും എല്ലാം കണക്ട് ചെയ്യുകയും എന്നാൽ എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യുന്ന ഖുർആൻ്റെ വല്ലാത്തൊരു അത്ഭുതം നമുക്ക് സൂറത്ത് കണക്ട് ചെയ്യുമ്പോൾ കിട്ടും. പടച്ചോൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സൂറത്ത് പഠിക്കാൻ നമ്മൾ കാണിച്ച ഒരു മനസ്സിന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സൂറത്തിൻ്റെ ഒരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ധാരാളം നിറച്ചു തരുമാറാകട്ടെ. അള്ളാഹു സൂറ നജ്മിൽ പഠിച്ച തെറ്റായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഒരു തിരിച്ചറിവ് പടച്ചവൻ നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാ സന്ദർഭത്തിലും അവൻ്റെ മുന്നിൽ സുജൂദ് ചെയ്ത് സുജൂദിൻ്റെ മനസ്സോടുകൂടി ജീവിക്കാനുള്ളൊരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.